Hi everyone, welcome to iPlus Training Solutions. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് PYQ ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററായ 10th ചാപ്റ്റർ ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന ചാപ്റ്ററിനകത്തു നിന്ന് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ചോദ്യങ്ങൾ മാത്രമല്ല, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻസും അതുപോലെ ഓരോ ടോപ്പിക്കുകളും ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു റിവിഷൻ ഫോർമാറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ കുറച്ചധികം ചോദ്യങ്ങളും കൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Who is fully credited with the introduction of English education system in India, officially through the necessary order issued by Bentinck, the Governor General of India, on 7th March 1835? Options under Zachary Macaulay, Thomas Babington Macaulay, Alexander Duff, Charles Chevalier. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കമ്മീഷൻസ്, എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷം വരുന്ന ആദ്യത്തെ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് 1948. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, അങ്ങനെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ കമ്മീഷൻസും അതിന്റെ പ്രത്യേകതകളും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചോദ്യം വന്നിട്ടുള്ളത് പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ പോളിസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം, അതായത് സാഡ്ലർ കമ്മീഷൻ മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ ടോപ്പിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന്. അപ്പൊ അതേ ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യവും വന്നിട്ടുള്ളത്. അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കമ്മീഷൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് വന്നിട്ടുള്ള എഡ്യൂക്കേഷണൽ റിഫോംസിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്, ഒഫീഷ്യലി കൊണ്ടുവന്നത്, അതിന്റെ ഐഡിയ സജഷൻസ് ഒക്കെ ഒരുപാട് കമ്മിറ്റീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ചോദ്യം ശ്രദ്ധിക്കണം, ഇവിടെയാണ് നിങ്ങൾ ചോദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ചോദ്യത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓരോ കീ വേർഡ്സും കീ ഏരിയാസും ഉണ്ട്. അത് മിസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ തെറ്റായ ഉത്തരം മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ഒഫീഷ്യലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത് ആരാണ് എന്നല്ല ചോദ്യം. ഒഫീഷ്യലി അതൊരു വില്യം ബെന്റിക്, ഗവർണറായ വില്യം ബെന്റിക്കിന്റെ ഒഫീഷ്യൽ ഓർഡർ വഴി ഇന്ത്യയിൽ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ് എന്നാണ് ചോദ്യം. ആൻഡ് ഇയറും തന്നിട്ടുണ്ട് കേട്ടോ, 1835 ആണ്. 1835ന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മാക്കലേസ് മിനിറ്റ്സ് വന്ന വർഷമാണ്. അപ്പൊ ഇവിടെ രണ്ട് മാക്കലേ നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പം മാക്കലേസ് മിനിറ്റ്സ് നമുക്ക് എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുള്ളതായിരിക്കും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് മാക്കലേസ് മിനിറ്റ്സ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ ഏത് മാക്കുലേ ആണ് എന്നുള്ളത് ആ ഒരു ഫുൾ നെയിം നോക്കി വെക്കണം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം ഹിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് വന്ന ഉത്തരം ഓപ്ഷൻ ബി, തോമസ് ബാബിങ്ടൺ മാക്കലെ ആണ് നമ്മുടെ മാക്കലേസ് മിനിറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ആള്. അപ്പം അദ്ദേഹമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് ഒഫീഷ്യലി കൊണ്ടുവന്നിട്ടുള്ളത് തോമസ് ബാബിങ്ടൺ മാക്കലെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ ചോദ്യം ഏത് ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഏത് ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്? പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ, ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ പോളിസീസ്, കമ്മീഷൻസ്, റിഫോംസ്, ഈ ഭാഗത്തു നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഇനിയും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഓൺ ദിസ് ഡേ ഇൻ 1835, Thomas Babington Macaulay successfully westernized education in India. English was made the official language for the government and courts and was adopted as the official medium of instruction. This point is specifically important in Macaulay minutes.
We must at present do our best to form a class of persons, India in blood and color, but English taste in opinions, in morals and in intellect. എന്താണ് നോക്കൂ, 1835 അത് സ്പെസിഫിക് ആയിട്ട് ആ ചോദ്യത്തിൽ തന്നെ 7th March 1835 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ദിവസമാണ് മാക്കലേസ് മിനിറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമുക്കറിയാം ഏൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത് സാംസ്ക്രിറ്റ്, ബുദ്ധിസം, ബ്രാഹ്മണിസം തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ ഏൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നാളന്താട് യൂണിവേഴ്സിറ്റി, തക്ഷശില, വിക്രംശില, ജഗദ്ദല, ഉദാന്തപുരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ ഒന്നും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ല. അവിടെ ഒന്നല്ലെങ്കിൽ ബ്രാഹ്മണിസം, അല്ലെങ്കിൽ ബുദ്ധിസം, അല്ലെങ്കിൽ വേദാസ്, ഇതൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. ആൻഡ് ലാംഗ്വേജ് മെയിൻലി യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആണ്. അപ്പൊ പിന്നീടാണ്, അതായത് മോഡേൺ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മോഡേൺ എഡ്യൂക്കേഷനെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. അതായത് പ്രീ ഇൻഡിപെൻഡൻസും പോസ്റ്റ് ഇൻഡിപെൻഡൻസും. ഇൻഡിപെൻഡൻസിന് മുമ്പുള്ളതും ഇൻഡിപെൻഡൻസിന് ശേഷമുള്ളതും. ഇൻഡിപെൻഡൻസിന് മുമ്പ്, അതായത് നമുക്കറിയാം ബ്രിട്ടീഷേഴ്സ് ആണ് ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടുവരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാറുന്നത് ഈ ബ്രിട്ടീഷേഴ്സിന്റെ വരവോടുകൂടിയാണ്. അപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വെസ്റ്റേണൈസ് ചെയ്യാണ് ചെയ്തത്, പാശ്ചാത്യവൽക്കരിക്കുകയാണ് ചെയ്തത്. അതുവഴി ഇംഗ്ലീഷിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റാണ്. ഇപ്പോഴും നമ്മൾ പറയും ഇംഗ്ലീഷാണ്. ഇപ്പൊ നമ്മൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം, അതായത് ഗവൺമെന്റിന്റെ ആവട്ടെ, കോർട്ടിന്റെ ആവട്ടെ, ഏത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് ഈ മാക്കലേസ് മിനിറ്റ്സ് വരുന്നതോടുകൂടിയാണ്. This point is specifically important in Macaulay minutes. We must at present do our best to form a class of persons, Indian in blood and color, but English taste in opinions, in morals and in intellect. എന്താണ് പറയുന്നത് മാക്കലേ മിനിറ്റ്സിൽ? അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ട സപ്പോർട്ട് കിട്ടണമെങ്കിൽ അവരുടെ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന, അവരെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ജനതയെ വാർത്തെടുക്കണം, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ആക്ച്വലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് തന്നെ മാക്കലേ മിനിറ്റ്സിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? ടു ഫോം എ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ. അതായത് ജന്മം കൊണ്ട് ഇന്ത്യനായ ജനത, പക്ഷേ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ അഭിരുചികളും അവരുടെ ചിന്തകളും ബുദ്ധിയുമെല്ലാം ഇംഗ്ലീഷ് ടേസ്റ്റ് ആയിരിക്കണം. അതായത് ഇംഗ്ലീഷുകാരെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന, ജന്മം കൊണ്ട് ഇന്ത്യനാണെങ്കിലും ഇംഗ്ലീഷുകാരുടെ അഭിരുചികളും ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും അവരുടെ ചിന്തകളും പേറുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി മാക്കലേ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദിസ് ഈസ് എ വെരി ഫേമസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത്, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം രണ്ടായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രീ ഇൻഡിപെൻഡൻസ് ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ എന്ന രണ്ട് രീതിയിൽ തിരിക്കുകയാണെങ്കിൽ, ഏൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അകത്താണ് നമ്മൾ ബുദ്ധിസം, ജൈനിസം പോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസും, ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസും എല്ലാം തന്നെ വരുന്നത്. മോഡേൺ എഡ്യൂക്കേഷനിൽ പറയുവാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ്, ഇൻഡിപെൻഡൻസിന് ശേഷം. ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരും ക്രിസ്ത്യൻ മിഷണറികളും അതുപോലെ ഇന്ത്യയിൽ തന്നെയുള്ള ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകൾ, റിഫോമേഴ്സ് ആയിട്ടുള്ള ആളുകൾ, രാജാ റാം മോഹൻ റായെ പോലെ ഉള്ള ആളുകളാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു മാറ്റം വരണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഡിപെൻഡൻസിന് മുമ്പ് ബ്രിട്ടീഷുകാരും അതുപോലെ ക്രിസ്ത്യൻ മിഷണറീസും ഇന്ത്യൻ റിഫോമേഴ്സുമാണ് മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇൻഡിപെൻഡൻസിന് ശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെന്റും നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുകയും ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് വിശദമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയും അതിനൊരു മിനിസ്ട്രി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ള പ്രീ ഇൻഡിപെൻഡൻസ്, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള
ഒരു മാക്കലെ മിനിറ്റ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Modern education began in India under the British rule. The three basic agents of modern education in India were as follows. അതായത് ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് റൂളിലാണ് അല്ലെ. ബ്രിട്ടീഷുകാരാണ് മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ, ഈ മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക് വരുന്നതിന് കാരണമായിട്ടുള്ള 3 ഏജൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, ആദ്യത്തേത് ബ്രിട്ടീഷ് റൂൾ തന്നെയാണ്. ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പോലെയുള്ള സംഗതികൾ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ക്രിസ്ത്യൻ മിഷണറീസ് ഉണ്ട്. ഇന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിട്ടുള്ള കോളേജുകളും സ്കൂളുകളും എണ്ണത്തിൽ വളരെ കൂടുതലാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യം സ്ഥാപിച്ചിട്ടുള്ള കോളേജ് കോട്ടയം CMS കോളേജാണ്, ക്രിസ്ത്യൻ മിഷണറിയുടെ കോളേജാണ്. അപ്പം ക്രിസ്ത്യൻ മിഷണറീസും ബ്രിട്ടീഷ് റൂളേഴ്സും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഇന്റലക്ച്വൽസ് ആൻഡ് റിഫോമേഴ്സ്, ഇന്ത്യക്കാരായിട്ടുള്ള റിഫോമേഴ്സ്, അതായത് പരിഷ്കർത്താക്കൾ, സാമൂഹിക പരിഷ്കർത്താക്കളും ബുദ്ധിജീവികളും എല്ലാം ചേർന്ന്, ഈ 3 ഏജൻസും ചേർന്നാണ് നമ്മുടെ ഇന്ത്യയിലെ മോഡേൺ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. The company wanted some educated Indians who could assist them in the administration of the land. The British also wanted to understand the local customs and laws as well. അതായത് ഒരു രാജ്യം ഭരിക്കുക എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണം കയ്യേറണമെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ജനത, അവരുടെ അഭിരുചികൾ, ജനതയുടെ കസ്റ്റംസ്, അവരുടെ നിയമങ്ങൾ, അവരുടെ പിന്നെ സ്വഭാവങ്ങൾ, കൾച്ചർ, ഇതെല്ലാം മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നത് ഇന്ത്യക്കാരെ മനസ്സിലാക്കണമെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവരുടെ ഇംഗ്ലീഷ് ഭാഷ നമ്മളെ പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉദ്ദേശം, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ബ്രിട്ടീഷ് വാല്യൂസ് നമ്മളിൽ ഇംപ്ലാന്റ് ചെയ്യുക, നമ്മളിൽ ബ്രിട്ടീഷുകാരുടെ മൂല്യങ്ങളും അവരുടെ കൾച്ചറും അവരുടെ അഭിരുചികളും നമ്മളിലേക്ക് പകരുക. അതുവഴി നമ്മളെ ഈസി ആയിട്ട് അവർക്ക് ഭരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ഒരു നല്ല സതുദ്ദേശം ഒന്നും ആയിരുന്നില്ല. നമ്മള് ബ്രിട്ടീഷുകാരെ പോലെ ആക്കുക, അതായത് ബ്രിട്ടീഷ് കൾച്ചർ നമ്മളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ഈ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം കൊണ്ടുവരുന്നത്. അതില് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ അകത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ഒരു ടൈം ലൈൻ പോലെ നമുക്കിങ്ങനെ നോക്കി പോവാം. അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായിട്ടും വർഷവും, അത് ആരാരംഭിച്ചു, എന്താരംഭിച്ചു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു നോളജാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ആദ്യം വരുന്നത് 1781 കേട്ടോ. 1781 വാരൻ ഹേസ്റ്റിങ്സ് കൽക്കട്ട മദ്രസ ആരംഭിക്കുകയാണ്. മദ്രസ നമുക്കറിയാം, കൂടുതലും മദ്രസ എന്ന് പറയുന്നത് മുസ്ലിം നിയമങ്ങളും അല്ലെങ്കിൽ മുസ്ലിം മതപഠനശാലകളെയാണ് നമ്മൾ മദ്രസ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 1781 കൽക്കട്ട മദ്രസ ആരംഭിക്കുന്നത് വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിം ലോ പഠിപ്പിക്കാൻ, മുസ്ലിം നിയമങ്ങൾ. അതായത് ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, നമുക്കറിയാം ഡൈവേഴ്സിറ്റി എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ പല വിഭാഗത്തിൽപ്പെട്ട, പല ജാതി മത ചിന്തകളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അപ്പൊ എല്ലാ വിഭാഗക്കാരെയും അഡ്രസ്സ് ചെയ്ത് പോയാൽ മാത്രമേ അവർക്ക് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം അവർ ആരംഭിച്ചത് 1781 കൽക്കത്ത മദ്രസയാണ് അവർ ആരംഭിക്കുന്നത്. അത് മുസ്ലിം ലോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കൃത്യം 10 വർഷത്തിന് ശേഷം 1791 അപ്പൊ മുസ്ലിം ലോ പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും മുസ്ലിംസ് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളത്, ഹിന്ദുസ് ഉണ്ട്. അപ്പൊ 1791 അതായത് ഓൾമോസ്റ്റ് ആഫ്റ്റർ 10 years വാരാണസിയിൽ
പറയാം വാരാണസി ഇപ്പോൾ ഒരു വലിയൊരു പിലിഗ്രിം ഹിന്ദു പിലിഗ്രിം സ്പോട്ട് കൂടെയാണ് വാരാണസി എന്ന് പറയുന്നത്. അപ്പൊ വാരാണസിയിൽ ഒരു സംസ്കൃത കോളേജ് സാൻസ്ക്രിറ്റ് കോളേജ് ആരംഭിക്കുന്നുണ്ട്. ഇത് ആരംഭിക്കുന്നത് ജൊനാഥൻ ഡങ്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഡങ്കൻ ആണ് ഈ സാൻസ്ക്രിറ്റ് കോളേജ് ആരംഭിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? ടു സ്റ്റഡി ഹിന്ദു ഫിലോസഫി ആൻഡ് ലോ സിസ്റ്റം. അപ്പം ഹിന്ദു ഫിലോസഫിയും ഹിന്ദു ലോസും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാൻസ്ക്രിറ്റ് കോളേജ് വാരാണസിയിൽ ജൊനാഥൻ ഡങ്കൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി നോക്കൂ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1813 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ ബീങ് മെയ്ഡ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഗവൺമെന്റ്. അതായത് എഡ്യൂക്കേഷൻ, ഒരു ജനതയ്ക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് ഒരു ഗവൺമെന്റിന്റെ ലക്ഷ്യമാക്കി മാറ്റിയ ഒരു ഡോക്യുമെന്റ് ആണ് ചാർട്ടർ ആക്ട് ഓഫ് 1813. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ ചാർട്ടർ ആക്ട് ഇമ്പോർട്ടന്റ് ആകുന്നത്. അത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നായി മാറണം എന്ന് ഉള്ള ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്ന ഒരു ഡോക്യുമെന്റ് ആണ് ചാർട്ടർ ആക്ട് 1813. There was some split in the government about the nature of education, whether it should be traditional or modern. അപ്പം ഗവൺമെന്റ് ജനതയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അല്ലെങ്കിൽ സിറ്റിസൺസിന് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണോ, പരമ്പരാഗത വിദ്യാഭ്യാസം കൊടുക്കണോ, അതോ മോഡേൺ ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണോ എന്ന കാര്യത്തിൽ ഗവൺമെന്റിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കൂ. ദ ഓൾഡസ്റ്റ് കോളേജ് വാസ് സെറ്റ് അപ്പ് ഇൻ കൊൽക്കത്ത ഇൻ 1817. കൽക്കത്തയിലാണ് ആദ്യത്തെ കോളേജ് സെറ്റപ്പ് ചെയ്യുന്നത്. അത് 1817 കേട്ടോ. ചാർട്ടർ ആക്ട് ഒക്കെ വന്നതിന് ശേഷമാണ് കൽക്കട്ടയിലെ ഫസ്റ്റ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് 2010 ആ ഒരു കോളേജിനെ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുന്നുണ്ട്. അതിപ്പോൾ അറിയപ്പെടുന്നത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പൊ കൽക്കട്ടയിൽ ആരംഭിച്ച ആദ്യത്തെ കോളേജ് ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി എന്നാണ്. ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ദാറ്റ് ഇസ് സ്റ്റിൽ ഇൻ ഓപ്പറേഷൻ ഇസ് സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജ്. അപ്പം നമ്മൾ പറഞ്ഞു, ഇത് കോളേജായിട്ടാണ് കൽക്കട്ട കോളേജ് ആരംഭിക്കുന്നത്, പിന്നീടാണ് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ആവുന്നത്. ആദ്യമായി ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അത് ആരംഭിക്കുന്നത്, ഈ കൽക്കട്ട കോളേജ് ആരംഭിച്ചതിന്റെ നെക്സ്റ്റ് ഇയർ ആണ്, 1818 ഈ ഒരു യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. അതിന് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റസ് കൊടുക്കുന്നത് 1829 അതൊരു സർവകലാശാലയായിട്ട് അംഗീകരിക്കുന്നത് 1829 ഇപ്പൊ ഈ ഒരു നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടല്ലെങ്കിൽ പോലും ഏതൊക്കെ വർഷം എന്തെല്ലാം മൈൽ സ്റ്റോൺസ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ രീതിയിൽ നമ്മളിപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മൗണ്ട്-സാറ്റ് എൽഫിൻസ്റ്റോൺസ് മിനിറ്റ്സ് ഓഫ് 1823 ആണ്. നമ്മൾ മാക്ലേ മിനിറ്റ്സ് പറഞ്ഞു 1835. അതിനു മുമ്പ് തന്നെ the present system of higher education can be dated back to Mount-Stuart Elphinstone's minutes of 1823. 1823 എൽഫിൻസ്റ്റോൺ മിനിറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു തുടക്കം വരുന്നത് അവിടെ നിന്നാണ്. It stressed on the need for establishing schools for teaching English and European science subjects. അതായത് എന്താണ് എൽഫിൻസ്റ്റോൺ മിനിറ്റ്സിന്റെ എസൻസ് അല്ലെങ്കിൽ കീ ഏരിയ എന്ന് പറയുന്നത്, സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സ്കൂളുകളിൽ ഇംഗ്ലീഷും അതുപോലെ സയൻസ് സബ്ജക്റ്റുകളും പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ട സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ വരണം, അത് പ്രവർത്തനം ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത് എൽഫിൻസ്റ്റോൺ മിനിറ്റ്സ് ഓഫ് 1823 ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു പോയിന്റ് ഓർത്തു വയ്ക്കാം. Lord Macaulay, in his minutes in 1835, advocated efforts to make natives of the country thoroughly good English scholars. നമ്മൾ നേരത്തെ പറഞ്ഞു 1835 മാക്കലെ മിനിറ്റ്സ് ആണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒഫീഷ്യലി കൊണ്ടുവന്നത് മാക്കലെ മിനിറ്റ്സ് ആണ്. അത് ഈ പറഞ്ഞതുപോലെ വളരെ ക്ലിയർ ആണ്. ഇറ്റ് വാസ് എൻ എഫേർട്ട് ടു മേക്ക് നേറ്റീവ്സ് ഓഫ് ദ കൺട്രി thoroughly ഗുഡ് ഇംഗ്ലീഷ് സ്കോളേഴ്സ്. അതായത് ഇന്ത്യക്കാരായ ഇന്ത്യൻ ജനതയെ ഇംഗ്ലീഷ് ഭാഷയിലും
ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇംഗ്ലീഷുകാരെ പോലെ ചിന്തിക്കാനും ഇംഗ്ലീഷുകാരുടെ പോലെ ഉള്ള അഭിരുചികളും അഭിപ്രായങ്ങളും വളർത്തിയെടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരെ എതിർക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്ലാനാണ് അതിന്റെ പുറകിലുള്ളത്. In 1835, under Lord William Bentinck, it was decided to introduce English as the medium of instructions in India. ഇതാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ള ഭാഗം. അതായത് 1835 മാക്കലെ മിനിറ്റ്സ് ഒരു ഒഫീഷ്യൽ രേഖയായിട്ട് അംഗീകരിക്കുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് അന്നത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ലോർഡ് വില്യം ബെന്റിക് ആണ്. ലോർഡ് വില്യം ബെന്റിക് ആണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം എന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഒഫീഷ്യലി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. The start was to be made among from upper and middle class students. Ultimately, that policy was to trickle down to the masses. അതായത് തുടക്കത്തിൽ അതെങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യണം ഇങ്ങനെ ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എങ്ങനെ വേണം നമ്മൾ ഇന്ത്യക്കാരിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ അവർക്കുണ്ടായിരുന്നു. അവർ തുടക്കം, അതായത് ഈ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ ആദ്യം തെരഞ്ഞെടുത്തത് അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് സ്റ്റുഡൻസിനെയാണ്. തീർച്ചയായിട്ടും അവർക്കായിരിക്കും കുറച്ചും കൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും സ്കൂളിലേക്ക് വരാനും പഠിക്കാനും ഒക്കെ പ്രിവിലേജ് ഉള്ള സെക്ടറിനെ തന്നെയാണ് ആദ്യം ചൂസ് ചെയ്തത്. ദാറ്റ് ഈസ് അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് സ്റ്റുഡൻസ്. പിന്നീട് അവരെ പഠിപ്പിച്ചതിന് ശേഷം മെല്ലെ എന്താ പറയാ താഴെ തട്ടിലേക്ക്, ഡൗൺ ടു ദ മാസസിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു ഈ ഒരു പ്ലാൻ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. That was called as infiltration theory. ഈ ഒരു തിയറിനെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ രൂപം കൊണ്ട ഈ ഒരു പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത്. അതായത് തുടക്കം അപ്പർ ക്ലാസ്സിൽ നിന്നും പതിയെ ലോവർ ക്ലാസ്സിലേക്ക് അൾട്ടിമേറ്റ്ലി എത്തുക എന്നുള്ള ആ ഒരു പ്ലാനിനെയാണ് ഇൻഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത്. The main objective was to create a class of Indians who are Indian in color and blood but were to English in taste and affiliation. നമ്മൾ നേരത്തെയും പറഞ്ഞു, അതായത് ഇന്ത്യൻസ് രക്തം കൊണ്ടും ജന്മം കൊണ്ടും കളർ കൊണ്ടും ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ജനതയെ അവരുടെ അഭിരുചികളെ കൊണ്ടും അഭിപ്രായങ്ങളെ കൊണ്ടും ഇംഗ്ലീഷുകാരെ പോലെ ആക്കുക. അതായത് ജന്മം കൊണ്ട് ഇന്ത്യനും കർമ്മം കൊണ്ട് ഇംഗ്ലീഷുമായി ഇട്ടുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻഫിൽട്രേഷൻ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് മാക്കലെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളതും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. In 1835, Elphinstone College, Bombay and Calcutta Medical College were founded. അപ്പോൾ 1835 മാക്കലെ മിനിറ്റ്സ് വരുന്ന അതേ വർഷം തന്നെയാണ് എൽഫിൻസ്റ്റൺ കോളേജ്. നമ്മൾ പറഞ്ഞു എൽഫിൻസ്റ്റൺ ആണ് 1823 ആദ്യമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിച്ചത്. പക്ഷെ അത് പിന്നെ പ്രാവർത്തികമാക്കുന്നത് ഈ ഒരു മാക്കലെ മിനിറ്റ്സിലാണെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ 1835 തന്നെ സെയിം ഇയർ മാക്കലെ മിനിറ്റ്സ് പബ്ലിഷ് ചെയ്യുന്ന സെയിം ഇയറിൽ തന്നെയാണ് എൽഫിൻസ്റ്റൺ കോളേജ് ബോംബെയിൽ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ കൽക്കട്ടയിൽ ആദ്യമായിട്ടൊരു കൽക്കട്ട മെഡിക്കൽ കോളേജും ആരംഭിക്കുന്നത് ഈ മാക്കലെ മിനിറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സെയിം വർഷം തന്നെയാണ്. Sir Charles Wood's dispatch of 1854, that is also called as Magna Carta of English Education in India, recommended to create a properly articulated scheme of education from primary school to the university. അപ്പോൾ ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ചാൾസ് വുഡ്സ് ഡിസ്പാച്ച് ആണ്. വുഡ്സ് ഡിസ്പാച്ച് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന സർ ചാൾസ് വുഡ്സ് ഡിസ്പാച്ച് ആണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിലെ ഒരു മൈൽ സ്റ്റോൺ ഡോക്യുമെന്റ് ആണ് വുഡ്സ് ഡിസ്പാച്ച് ഓഫ് 1854 എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി വുഡ്സ് ഡിസ്പാച്ചിന്റെ ഏറ്റവും വലിയൊരു റെക്കമെൻഡേഷൻ എന്തായിരുന്നു? അതായത് ടു ക്രിയേറ്റ് എ പ്രോപ്പർലി ആർട്ടിക്കുലേറ്റഡ് സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം പ്രൈമറി സ്കൂൾ ടു യൂണിവേഴ്സിറ്റി. അതായത് വിദ്യാഭ്യാസം എന്നുള്ളതിനെ ഒന്നും കൂടെ ഓർഗനൈസ്ഡ് ആക്കിയിട്ട് പ്രൈമറി മുതൽ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള ഒരു സിസ്റ്റമാക്കി, ഒരു പ്രോപ്പർലി ഓർഗനൈസ്ഡ് സിസ്റ്റമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു വുഡ്സ് ഡിസ്പാച്ചിന്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ബീങ് കോൾഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇനി ഈ വുഡ്സ് ഡിസ്പാച്ചിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് സോട്ട് ടു എൻകറേജ് ഇൻഡിജീനിയസ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ദ ക്രിയേഷൻ ഓഫ് കൊഹിയറന്റ് പോളിസി ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് ഇൻഡിജീനിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്?
ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞാൽ തനതായ എന്നാണ് അർത്ഥം. അപ്പം ഇൻഡിജീനിയസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ എൻകറേജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനകത്തേക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതായത് വുഡ്സ് ഡിസ്പാച്ചിന്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി കൊഹിയറന്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കുക എന്നുള്ളതും ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിന്റെ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. ആൻഡ് അതിന്റെ ഭാഗമായിട്ടാണ്, അതായത് 1854 വുഡ്സ് ഡിസ്പാച്ച് വരുന്നത്. പിന്നീട് 1857 എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വർഷമാണ്. 1857 നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ വരുന്നത്. അപ്പൊ ആ വർഷമാണ് നമുക്ക് 3 യൂണിവേഴ്സിറ്റീസ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. കൽക്കട്ട, ബോംബെ, മദ്രാസ്. യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. ഈ 3 യൂണിവേഴ്സിറ്റീസും വരുന്നത് നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ആദ്യ ശിപായി ലഹള എന്നൊക്കെ നമ്മൾ വിളിച്ച ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്ന സെയിം വർഷമാണ് ഈ 3 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങൾ ഓർത്തു വെക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നോക്കൂ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഓൾസോ കോൾഡ് ആസ് ഹണ്ടർ കമ്മീഷൻ, recommended the segregation of education into primary education and higher education. അതായത് എഡ്യൂക്കേഷൻ, എൻ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നും ഹയർ എഡ്യൂക്കേഷൻ എന്നും തരം തിരിച്ചത്, സെപ്പറേറ്റ് ചെയ്തത് ഹണ്ടർ കമ്മീഷൻ ആണ്. ഹണ്ടർ കമ്മീഷന്റെ, അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് അതിന്റെ ഒഫീഷ്യൽ നെയിം. അതിന്റെ ചെയർമാൻ ആയിരുന്നത് ഹണ്ടർ ആയിരുന്നത് കൊണ്ടാണ് അതിനെ ഹണ്ടർ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ആ വർഷവും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, 1882 ആണ് ഹണ്ടർ കമ്മീഷന്റെ വർഷം. അപ്പൊ പ്രധാനമായിട്ടും ഹണ്ടർ കമ്മീഷൻ പറഞ്ഞത് നമ്മുടെ എഡ്യൂക്കേഷൻ, എൻ്റയർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് പ്രൈമറി എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു വേർതിരിവ് കൊണ്ടുവന്നത് ഹണ്ടർ കമ്മീഷൻ ആണ്. നോക്കൂ, 1902 In 1902 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ, ഇത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. പിന്നെ വരുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആണ്. 1902 ഇത് വരുന്നത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത് സർ തോമസ് റെലെ ആണ്. സോ ഇറ്റ് വാസ് സെറ്റപ്പ് അണ്ടർ സർ തോമസ് റെലെ to enquire into conditions and prospects of setting up of universities in India. As a result of its recommendations, Indian Universities Act was passed in 1904. അതായത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റീസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനും അതിന്റെ കണ്ടീഷൻസ്, ഇന്ത്യയുടെ കണ്ടീഷൻസ് എല്ലാം പഠിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. വർഷം ഓർത്ത് വെക്കണം, 1902 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ചെയർമാൻ ആരായിരുന്നു? സർ തോമസ് റെലെ ആണ് അതിന്റെ ചെയർമാൻ ആയിട്ട് ഇരുന്നത്. ആൻഡ് ഇറ്റ്സ് എയിം വാസ് ടു എൻക്വയർ ഇൻ ടു ദ കണ്ടീഷൻസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് സെറ്റിംഗ് അപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ആൻഡ് ഈ ഒരു കമ്മീഷന്റെ ഫലമായിട്ടാണ് നമുക്ക് 1904, അതായത് കമ്മീഷൻ രൂപം കൊണ്ട് 2 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാവുന്നത്. അതായത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഉള്ള നിയമങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് അതിന്റെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷന് വേണ്ട നിയമങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് 1904 ആൻഡ് ഇറ്റ് വാസ് കോൾഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്. അപ്പോൾ ഇത് എന്തിന്റെ റിസൾട്ട് ആണ് വന്നത്? ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷന്റെ റിസൾട്ട് ആയിട്ടാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് വരുന്നത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ചെയർമാൻ സർ തോമസ് റെലെ ആയിരുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഹണ്ടർ കമ്മീഷൻ. തമ്മിൽ മാറാതെ കൃത്യമായിട്ട് ഓർത്തു വെക്കാം. In 1905, National Council of Education was set up by the Swadeshi nationalist leaders. നമുക്കറിയാം, സ്വദേശി മൂവ്മെന്റ് ഒക്കെ നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സ്വദേശി പ്രസ്ഥാനം അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നാഷണലിസ്റ്റ് ഫീലിങ്ങിന് സ്ട്രെസ് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആ സ്വദേശി മൂവ്മെന്റിന്റെ ലീഡേഴ്സ് ആണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത്. ഇറ്റ് വാസ് ഇൻ 1905. ജദവ്പൂർ യൂണിവേഴ്സിറ്റി വാസ് സെറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എഫേർട്ട്. ജദവ്പൂർ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് ഈ ഒരു നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ്. ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ സെറ്റപ്പ് ശാന്തി നികേതൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ബംഗാൾ. അപ്പൊ നമുക്കറിയാം, ശാന്തി നികേതൻ ബംഗാളിലാണ്. ടാഗോർ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ശാന്തി നികേതൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ടാഗോർ ആരംഭിച്ച ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, വിച്ച് ഇസ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, വിശ്വഭാരതി സർവകലാശാല. ഇറ്റ് വാസ് ഇൻ 1921. In 1921, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി വാസ് സെറ്റ് അപ്പ് ബൈ ടാഗോർ. And that central university is an institution of national importance now.
നമ്മൾ INI എന്ന് പറയും അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ INI ലിസ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ INI ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അത്തരത്തിൽ INI ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, which was set up by Tagore in 1921. And it is the only university in India where Prime Minister is the Chancellor. അവിടെയാണ് നമ്മൾ ആ ഒരു എക്സെപ്ഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ വരുന്നത് ഇത്തരത്തിലുള്ള എക്സെപ്ഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് കൺഫ്യൂസിംഗ് ആയിരിക്കും. കാരണം നിലവിൽ നമുക്കറിയാം ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന്റെ ചാൻസലർ ആയിട്ട് വരുന്നത് ഗവർണറാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന്റെ ചാൻസലർ ആയിട്ട് വരുന്നത് വൈസ് പ്രസിഡന്റ് ആണ്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ചാൻസലർ ആയിട്ട് വരേണ്ടത് വൈസ് പ്രസിഡന്റ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇന്ത്യയിലെ തന്നെ പ്രൈം മിനിസ്റ്റർ ചാൻസലർ ആയിട്ടുള്ള ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ ഒരു എക്സെപ്ഷൻ നമ്മൾ ഓർത്തു വെക്കണം. അടുത്ത പോയിന്റ് നോക്കൂ. In 1913 there was a resolution on education policy. In 1917 Calcutta University Commission, that is also called Sadler Commission, suggested the separation of intermediate education from degree colleges. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നത് അല്ലെ, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ അതിന്റെ ചെയർമാൻ ആരാണ് എന്നുള്ള രീതിയിലായിരുന്നു മാച്ച് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. സാഡ്ലറിന്റെ പേര് ഇപ്പുറത്തുണ്ടായിരുന്നു. അപ്പൊ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ മറ്റൊരു പേരാണ് സാഡ്ലർ കമ്മീഷൻ. കാരണം സാഡ്ലർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതിന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പം ഈ സാഡ്ലർ കമ്മീഷൻ 1917 എന്ന് ഓർത്തു വെക്കുക. ഇയർ ഇസ് ഇമ്പോർട്ടൻറ്റ്. സാഡ്ലർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് was the separation of intermediate education from degree colleges. അതായത് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് +2 വിദ്യാഭ്യാസവും ഡിഗ്രി വിദ്യാഭ്യാസവും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് ഈ സാഡ്ലർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, സജസ്റ്റഡ് ദി സെപ്പറേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ ഫ്രം ഡിഗ്രി കോളേജസ്. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് സാഡ്ലർ കമ്മീഷൻ സജസ്റ്റഡ് ടു പ്രൊവൈഡ് ലാർജ് എമൗണ്ട് ഓഫ് ഓട്ടോണമി ടു ദ ടീച്ചിങ് ബോഡീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ്. അതായത് സർവകലാശാലകളിലെ ടീച്ചിങ് ബോഡീസിന് കുറച്ചും കൂടെ സ്വയം ഭരണ അവകാശം, അവർക്ക് കുറച്ചും കൂടെ അധികാരം കൊടുക്കണം എന്നൊരു സജഷനും കൂടെയാണ്. അപ്പൊ ഇതാണ് രണ്ട് മേജർ സജഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് ഇസ് ദി MON-SAT റിഫോംസ്. The MON-SAT റിഫോം എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നാണ് ഇതിന് വിളിക്കുന്ന മറ്റൊരു പേര്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1919 1919 ഈ ഒരു റിഫോം വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഡയാർക്കി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ MON-SAT റിഫോംസ് ആണ്. എന്താണ് ഡയാർക്കി സിസ്റ്റം? ഡയാർക്കി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റമാണ്, ഒരു ഫെഡറൽ സംവിധാനമാണ് നമുക്കുള്ളത്. നമുക്ക് സ്റ്റേറ്റും ഉണ്ട് സെൻട്രും ഉണ്ട് അല്ലെ. അപ്പൊ സ്റ്റേറ്റിന്റെ അധികാരത്തിൽ വരുന്ന ചില ഏരിയകളുണ്ട്, സെൻട്രലിന്റെ അധികാരത്തിൽ വരുന്നതുണ്ട്. രണ്ടിന്റെയും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി വരുന്ന കൺകറന്റ് ലിസ്റ്റും ഉണ്ട്. അപ്പൊ ഇത് ഇപ്പോഴത്തെ സിസ്റ്റമാണ് പറയുന്നത്. ഇതിന്റെ ഒരു അതായത് പ്രീവിയസ് വേർഷൻ, ഒരു ഓൾഡർ വേർഷൻ ആണ് നമ്മൾ ഡയാർക്കി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡയാർക്കി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് MON-SAT റിഫോം ആണ്. അത് പ്രകാരം 2 classes ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായത്. അതായത് ഭരണം എന്ന് പറയുന്നത് 2 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, ഭരണകർത്താക്കളെ. അതിലൊരു ക്ലാസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിലേഴ്സ് ആണ്, മറ്റൊന്ന് മിനിസ്റ്റേഴ്സും ആണ്. അതിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഹെഡായിട്ട് വന്നിരുന്നത് ഗവർണറാണ്. അതായത് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി പ്രൊവൈൻസ്, ഓരോ പ്രൊവൈൻസസ് ആയിട്ടാണ് ഭരിച്ചിരുന്നത്. അതിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ഗവർണറാണ്. നമ്മളിപ്പോ നിലവിൽ നമ്മൾ പറയുന്നു സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ അപ്പോഴും സബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്തിരുന്നു. അത് റിസർവ്ഡ് ലിസ്റ്റ്, ട്രാൻസ്ഫേർഡ് ലിസ്റ്റ്, ഇങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം റിസർവ്ഡ് ലിസ്റ്റിന്റെ ഇൻചാർജ് ഗവർണർ ആയിരുന്നു, along with the executive councillors. എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഹെഡാണ് ഗവർണർ. അപ്പൊ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള അംഗങ്ങളിലും ഗവർണറുമാണ് റിസർവ്ഡ് ലിസ്റ്റിന്റെ ഇൻചാർജ് ആയിരുന്നത്. റിസർവ്ഡ് ലിസ്റ്റിൽ വരുന്നത് ലോ ആൻഡ് ഓർഡർ വരുന്നുണ്ട്, ഇറിഗേഷൻ വരുന്നുണ്ട്, ഫിനാൻസ് വരുന്നുണ്ട്, ലാൻഡ് റവന്യൂ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ റിസർവ്ഡ് ലിസ്റ്റിൽ വരുന്നുണ്ട്.
ഇനി ട്രാൻസ്ഫേർഡ് ലിസ്റ്റ് ഉണ്ട്. ട്രാൻസ്ഫേർഡ് ലിസ്റ്റിന്റെ ഇൻചാർജ് ആയിരുന്നത് മിനിസ്റ്റേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞ എക്സിക്യൂട്ടീവ് കൗൺസിലേഴ്സും മിനിസ്റ്റേഴ്സും ഉണ്ട്. എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഹെഡ് ഗവർണറാണ്. അവരുടെ അണ്ടറിലാണ് റിസർവ്ഡ് ലിസ്റ്റ് വരുന്നുണ്ട്. മിനിസ്റ്റേഴ്സിന്റെ അണ്ടറിലാണ് ട്രാൻസ്ഫേർഡ് ലിസ്റ്റ് വരുന്നത്. ട്രാൻസ്ഫേർഡ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ ലോക്കൽ ഗവൺമെന്റ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, ഹെൽത്ത് ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, പബ്ലിക് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ട്രാൻസ്ഫേർഡ് ലിസ്റ്റിലാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും പോലെ തന്നെ. അപ്പം ഇങ്ങനെ രണ്ട് ഡിവിഷൻ കൊണ്ടുവരുന്നത്, ഈ ഒരു രണ്ട് ഡിവിഷൻ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും ദ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് ആണ് ഇങ്ങനെ ഒരു ഡിവിഷൻ കൊണ്ടുവരുന്നത്. 1990 ഓർക്കണം. So it's meant the Montego-Chelmsford reforms had been introduced in 1919 in respect of education. ഇത് നമ്മൾ ഭരണത്തിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിൽ എന്താണ് ഇതിൽ വന്നിട്ടുള്ള ഒരു ഇത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മെന്റ് ദ ട്രാൻസ്ഫർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ടു മാനേജ് എഡ്യൂക്കേഷൻ നോട്ട് ഓൺലി ടു ദ പ്രൊവിൻസസ് ബട്ട് ടു ദി ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് ആസ് വെൽ. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ലോ, ഫിനാൻസ്, ഇറിഗേഷൻ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എക്സിക്യൂട്ടീവ് കൗൺസിലിന് മാത്രമല്ല മിനിസ്റ്റേഴ്സിനും ഇന്ത്യൻ മിനിസ്റ്റേഴ്സിനും അതിൽ അധികാരം കൊടുക്കണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നാണ് ഈ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോം കൊണ്ടുവന്ന ആദ്യത്തെ ഒരു സജഷൻ എന്ന് പറയുന്നത്. Some subjects were reserved and some were transferred and this system was part of diarchy system. നമ്മൾ പറഞ്ഞു ഡയർക്കി സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ അന്ന് ഡയർക്കി സിസ്റ്റത്തിലും റിസർവ്ഡ് ലിസ്റ്റ്, ട്രാൻസ്ഫേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ എന്നായിരുന്നു ഡിവിഷൻ ഉണ്ടായിരുന്നത്. അതിൽ റിസർവ്ഡ് ലിസ്റ്റ് കൈകാര്യം ചെയ്തിരുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതായത് ഗവർണർ ഹെഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലാണ് റിസർവ്ഡ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്തിരുന്നത്. ട്രാൻസ്ഫേർഡ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്തിരുന്നത് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പം മൊണ്ടേഗു-ചെംസ്ഫോർഡ് ഈ ഒരു ഇങ്ങനെ ഒരു ഡിവിഷൻ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ അധികാരം മിനിസ്റ്റേഴ്സിനും കൂടെ കൊടുക്കണം, പ്രൊവിൻസസിന് മാത്രമല്ല മിനിസ്റ്റേഴ്സിനും കൂടെ കൊടുക്കണം എന്നൊരു ഒരു സജഷനാണ് മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോം. ഈ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നുള്ളത്. അപ്പൊ അത് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിൽ വെച്ച ഒരു വലിയൊരു സജഷൻ എന്ന് പറയുന്നത് ഈ ഒരു സജഷനാണ്. This commission had been the precursor to the 10+2+3 system and setting up of a Central Advisory Board of Education CAB എന്ന് വിളിക്കുന്ന CAB എന്ന് നമ്മൾ പറയുന്ന CABന്റെ ഒരു സെറ്റിംഗ് അപ്പ് ഒക്കെ, അതായത് ക്യാബിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സജഷൻ മുന്നോട്ട് വെക്കുന്നത് ഈ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് എ പ്രീകോഴ്സർ ടു ദ 10+2+3 സിസ്റ്റം. നമ്മൾ 10+2 സിസ്റ്റം ഒരുപാട് കാലം നമ്മൾ ഫോളോ ചെയ്തിട്ട് വന്നിട്ടുള്ള 10+2+3 എന്ന് പറയുന്ന സിസ്റ്റം, 10ാം ക്ലാസ് +2 ഡിഗ്രി 3 വർഷം, ആ ഒരു സിസ്റ്റമാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വരുന്നത് വരെ, NEP 2020 വരുന്നത് വരെയും നമ്മൾ ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവന്നതും ഈ ഒരു മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് തന്നെയായിരുന്നു. CAB is the oldest and the most important advisory body of Government of India in education. Was first established in 1920 and dissolved in 1923 as a measure of economy. And it was revived in 1935 and has been in existence ever since. അതായത് CAB എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ആദ്യത്തെ അഡ്വൈസറി ബോഡിയാണ് ഈ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, CAB എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1920-ലാണ്, 1920-ലാണ് അത് കൊണ്ടുവരുന്നത്. പക്ഷെ ശേഷം 23 വർഷത്തിന് ശേഷം അതിന് പിരിച്ചുവിടുന്നുണ്ട്. CAB എന്ന് പറയുന്ന അഡ്വൈസറി ബോഡീനെ സാമ്പത്തിക പ്രതിസന്ധി മൂലം പിരിച്ചുവിടുന്നുണ്ട്. പിന്നീട് 1935 വീണ്ടും ഈ ഒരു അഡ്വൈസറി ബോഡി രൂപം കൊള്ളുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എക്സിസ്റ്റൻസ്, ഇപ്പോഴും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ദ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ്, ഓൾസോ നോൺ ആസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, was established in 1925 to promote university activities by sharing information and cooperation in the field of education, culture, sports and allied areas. It was represented by the vice chancellors. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള, അതായത് ഇന്ത്യക്കകത്തുള്ള യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ്. അപ്പൊ അതിന് പിന്നീട് അതിന്റെ പേര് മാറ്റി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് AIU എന്നാക്കിയിട്ടുണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1925-ലാണ്.
അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എഡ്യൂക്കേഷൻ, കൾച്ചർ, സ്പോർട്സ്, ആർട്സ് അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ, അതായത് യൂണിവേഴ്സിറ്റി സർവകലാശാല ബന്ധമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഷെയറിങ്ങും കോപ്പറേഷനും ഒക്കെ വളർത്തിക്കൊണ്ടുവരിക. അതായത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾക്കിടയിൽ ഒരു കോപ്പറേഷനും ഷെയറിങ്ങും എല്ലാം വളർത്തിക്കൊണ്ടുവരിക, അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് പ്രവർത്തിക്കുന്നത്. ആൻഡ് അത് വൈസ് ചാൻസലേഴ്സ് ആയിരുന്നു, വൈസ് ചാൻസലേഴ്സ് ആണ് ഈ IUA അല്ലെങ്കിൽ AIU എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് വൈസ് ചാൻസലേഴ്സ് ആണ്. നമ്മൾ യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമ്മൾ പറയും VC ആണല്ലേ, VC ആണ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഹെഡ് എന്ന് പറയും. അതുപോലെ തന്നെ next is Hartog Commission 1929 focused on quality and standards of education. ഹർട്ടോഗ് കമ്മീഷന്റെ വർഷം ഓർത്തു വെക്കണം കേട്ടോ, 1929 ആണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹർട്ടോഗ് കമ്മീഷനെ പറ്റി. ഹർട്ടോഗ് കമ്മീഷൻ എന്തിനാണ് ഫോക്കസ് ചെയ്തത്? ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം, അതിനെ ഫോക്കസ് ചെയ്ത കമ്മീഷനാണ് ഹർട്ടോഗ് കമ്മീഷൻ. സപ്രു കമ്മിറ്റി 1934 ഫോക്കസ്ഡ് അപ്പോൺ അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഏറ്റവും ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. അതിനെ ഫോക്കസ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി ഓഫ് 1934. ഇനി വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, അബോട്ട് വുഡ് റിപ്പോർട്ട് 1937. അബോട്ട് വുഡ് റിപ്പോർട്ടാണ് റെക്കമെൻഡഡ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ. യൂണിവേഴ്സിറ്റി തലത്തിൽ ഇംഗ്ലീഷ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് റെക്കമെൻഡ് ചെയ്തത് അബട്ട് വുഡ് റിപ്പോർട്ടാണ് 1937. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് വുഡ്സ് ഡിസ്പാച്ച്. വുഡ്സ് ഡിസ്പാച്ച് 1854 ആണ്. ഇത് അബട്ട് വുഡ് റിപ്പോർട്ടാണ്, 1937 റിപ്പോർട്ടാണ്. അതിൽ എന്താണ് പറയുന്നത്? യൂണിവേഴ്സിറ്റി ലെവലിൽ ഇംഗ്ലീഷ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതായിരുന്നു അബട്ട് വുഡ് റിപ്പോർട്ടിന്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, അടുത്തത് വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ വരുന്നത് 1937 ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ റെക്കമെൻഡേഷനിലാണ് ഈ വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ വരുന്നത്, 1937. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് നൈറ്റ് താലീം. നൈറ്റ് താലീം എന്നൊരു പേരുണ്ട്. ബേസിക് എഡ്യൂക്കേഷൻ എന്നൊക്കെയാണ് ഇതിനെ പറയുന്ന മറ്റൊരു പേര്. വർദ്ധ സ്കീം ഓർ നൈറ്റ് താലീം ഓർ ബേസിക് എഡ്യൂക്കേഷൻ, ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് ദ റെക്കമെൻഡേഷൻ ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ റെക്കമെൻഡേഷനിൽ വന്ന ഒരു എഡ്യൂക്കേഷൻ സ്കീമാണ് വർദ്ധ സ്കീം. നെക്സ്റ്റ് വരുന്നത് സർജൻ റിപ്പോർട്ടാണ് 1944. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കീം ഓഫ് പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഏത് വാറിന്റെ കാര്യം പറയുന്നത്? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വന്നിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ ആയതുകൊണ്ടാണ് സർജൻ റിപ്പോർട്ടിനെ, ഇയർ നോക്കുക 1944 ആണ്, അതുകൊണ്ടാണ് അതിനെ സ്കീം ഓഫ് പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, അതായത് യുദ്ധാനന്തരമുള്ള എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും വേണ്ടി രൂപം കൊണ്ടതാണ് സർജൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി സർജൻ റിപ്പോർട്ട് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്താണ്? ഇറ്റ് റെക്കമെൻഡഡ് സെറ്റിംഗ് അപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, UGC എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ആദ്യമായിട്ട് ശുപാർശ മുന്നോട്ട് വെക്കുന്നത് സർജൻ റിപ്പോർട്ടാണ്. അത് നമ്മൾ അതായത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി ആയിട്ടാണ് അത് ആദ്യം രൂപം കൊണ്ടത്. പിന്നീട് അത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനായിട്ട് മാറി. അത് ഏത് കമ്മിറ്റിയാണ് അത് മുന്നോട്ട് വെച്ചത് എന്നൊക്കെ ആ ഒരു വീഡിയോയ്ക്ക്, ആ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കൂ. 1944 സർജൻ റിപ്പോർട്ട് വരുന്നത്, മനസ്സിലായോ? അപ്പൊ 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യം വന്ന കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ മുതൽ അങ്ങോട്ടുള്ള എല്ലാ കമ്മീഷൻസും നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആരാണ് ഈ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി കൊണ്ടുവരുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി എന്നാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആയത് 1953, അതിൽ 1956 പ്രാബല്യത്തിൽ വരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവർ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ആ ഒരു വീഡിയോ കാണുക. കാരണം ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീ ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള
കമ്മീഷൻസ് ആണ്. ഇനി ഇൻഡിപെൻഡൻസിന് ശേഷമുള്ളത് ആ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എല്ലാ കമ്മിറ്റീസിനെ കുറിച്ച് നമ്മൾ ഓരോ കമ്മിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ചോദ്യത്തോടനുബന്ധിച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു ഇത്രയും ഡിസ്കസ് ചെയ്ത് പോയത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് യൂണിവേഴ്സിറ്റി ഡിഡ് സ്വാങ്സാങ് ആൻഡ് ഐ ക്വിങ് വിസിറ്റ് ഇൻ ഇന്ത്യ? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതാണ്, ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റിയും തക്ഷശില യൂണിവേഴ്സിറ്റിയും വിക്രംശില, ഔദാന്തപുരി, ജഗദ്ദല, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ഈ വിസിറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞതിൽ സ്വാങ്സാങ്ങും ഐക്വിങ്ങും രണ്ട് പേരും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിൽ നിന്ന് വന്നിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. ഇതിന്റെ ആൻസർ നളന്ദ യൂണിവേഴ്സിറ്റി. നമ്മൾ നളന്ദ യൂണിവേഴ്സിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണെന്നും നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്ത വിസിറ്റേഴ്സിന്റെ കൂട്ടത്തിൽ സ്വാങ്സാങ് എന്ന പേരും ഐക്വിങ് എന്നുള്ള പേരും നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കാണണം. എല്ലാ യൂണിവേഴ്സിറ്റീസും അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So Nalanda University is the correct answer. സ്വാങ്സാങ്ങിന്റെ മറ്റൊരു പേരാണ്, ഇപ്പൊ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ, ഹ്യൂൻസാങ് എന്നുള്ള പേരും പറയാറുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ കൊടുത്തത്. വിസിറ്റഡ് നളന്ദ ഇൻ 7th century. 7th centuryയിലാണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്നത്. He stayed and traveled in India for 16 years. He translated Buddhist scriptures. He also studied logic, Sanskrit, grammar, Yogacara in India. He opposed Samkhya and Vaisheshika that he found to be opposed to Buddhist philosophy. അപ്പോൾ ബുദ്ധിസ്റ്റ് ഐഡിയോളജിയെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചൈനീസ് ട്രാവലറാണ് സ്വാങ്സാങ് അല്ലെങ്കിൽ ഹ്യൂൻസാങ് എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹം നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്നത് 7th centuryയിലാണ്. ഏകദേശം 16 വർഷത്തോളം അദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുകയും പല പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മെയിനായിട്ടും ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ചൈന ഭാഷയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് അദ്ദേഹം ചെയ്തത്. അതിനോടൊപ്പം തന്നെ ലോജിക്, സംസ്കൃത്, ഗ്രാമർ, യോഗ ഇതെല്ലാം അദ്ദേഹം ഇവിടെ നിന്ന് പഠിച്ചു. അദ്ദേഹം സാംഖ്യ സ്കൂളും വൈശേഷിക സ്കൂളും എതിർത്തിരുന്നു. കാരണം അദ്ദേഹം മനസ്സിലാക്കിയത് ബുദ്ധിസ്റ്റ് ഫിലോസഫിക്ക് എതിരാണ് സാംഖ്യ വൈശേഷിക സ്കൂൾസ് എന്നുള്ളത് കൊണ്ട് തന്നെ സാംഖ്യ സ്കൂൾ ഓഫ് ലോജിക്കും വൈശേഷിക സ്കൂളിനെയും അദ്ദേഹം റിജക്റ്റ് ചെയ്തിരുന്നു, ഒപ്പോസ് ചെയ്തിരുന്നു. അടുത്ത ട്രാവലർ ആരായിരുന്നു? ഐക്വിങ് അല്ലെ. അക്കോർഡിംഗ് ടു ഐക്വിങ് ദർ വർ ഫോളോവേഴ്സ് ഓഫ് ബോത്ത് വെഹിക്കിൾസ്, ഹീനയാന ആൻഡ് മഹായാന. ഹീനയാന ബുദ്ധിസം, മഹായാന ബുദ്ധിസം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ബുദ്ധിസ്റ്റ് കൗൺസിൽസ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഐക്വിങ് ഇന്ത്യയിൽ ട്രാവൽ ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്താണ്? ഈ രണ്ട് സ്ട്രീമിനും, അതായത് ഹീനയാന ബുദ്ധിസവും മഹായാന ബുദ്ധിസവും ഇന്ത്യയിൽ ഒരേപോലെ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നോർത്തേൺ ഇന്ത്യ ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഐലൻഡ്സ് ഓഫ് സൗത്ത് സീസ്, നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗങ്ങളിലും അതുപോലെ തന്നെ സൗത്ത് സീയിൽ വരുന്ന ചില ദ്വീപുകളിൽ, സുമാത്ര ദ്വീപ്, ജാവ ഐലൻഡ്, പിന്നെ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ദ്വീപുകളിലെല്ലാം ഹീനയാന ബുദ്ധിസമാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഹീനയാന ബുദ്ധിസം ബിലീവ്ഡ് ദാറ്റ് ബുദ്ധനെ ഒരു ഡിവൈൻ ഫിഗർ ആയിട്ട് കണ്ടുകൊണ്ട് ബുദ്ധൻ എന്താണോ പറഞ്ഞത് അതിനേക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആയിരുന്നു ഹീനയാന ബുദ്ധിസം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തിരുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ചില ദ്വീപുകളിലുമാണ്. മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇന്റർപ്രിട്ടേഷൻ ഓറിയന്റഡ് ആണ്. അതായത് സ്ക്രിപ്റ്റേഴ്സിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മളുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം എന്ന് വിശ്വസിച്ച് കുറച്ചും കൂടെ ലിബറൽ ആയിട്ട് ബുദ്ധിസത്തിനെ കണ്ട ഒരു സ്ട്രീമാണ് മഹായാന ബുദ്ധിസം. അത് പ്രാക്ടീസ് ചെയ്തിരുന്നത് ബുദ്ധിസ്റ്റ് ഇൻ ചൈനയിലും മലായുവിലുമുള്ള ബുദ്ധ സന്യാസിമാരാണ് മഹായാന ബുദ്ധിസം പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഇതൊക്കെ കണ്ടുപിടിച്ചത്, അതായത് ഇന്ത്യയിലേക്ക് വന്ന ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് ഐക്വിങ് എന്ന് പറയുന്ന ചൈനീസ് ട്രാവലറാണ്. ഇനി ഇതേ കാര്യത്തിൽ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റും കൂടെ ഇതിനൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരികയാണ്. ഫഹീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിസ് ദ ഫസ്റ്റ് ചൈനീസ് ട്രാവലർ ടു വിസിറ്റ് ഇന്ത്യ ഇൻ ഏർലി 5th century. ഇദ്ദേഹം ഈ സ്വാങ്സാങ്ങും ഐക്വിങ് ഒക്കെ വരുന്നത് 7th centuryയിലാണ്.
അതിനൊക്കെ മുമ്പ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് ട്രാവലർ എന്ന് പറയുന്നത് ഫഹീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 5th സെഞ്ചുറിയിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. അതിന്റെ പർപ്പസ് എന്തായിരുന്നു? പർപ്പസ് വാസ് ടു ലുക്ക് ഫോർ ബുക്സ് സേക്രഡ് ടു ബുദ്ധിസം. ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കണ്ടുപിടിക്കുക, അത് വായിക്കുക എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫഹീൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു എക്സ്ട്രാ പോയിന്റ്, ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. എങ്ങാനും വല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിട്ട് വന്നാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞു തന്നത്. നെക്സ്റ്റ് നോക്കൂ, NSSF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. NSSF ആസ് envisaged by the National Knowledge Commission stands for. നാഷണൽ നോളജ് കമ്മീഷന്റെ കീഴിൽ വരുന്ന NSSF എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം, എക്സ്പാൻഡഡ് ഫോം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A, National Science and Social Science Foundation. Option B, National Scientific and Social Science Foundation. Option C, National Scientist and Social Scientist Foundation. Option D, National Space Science and Society Forum. എന്താണ് ആൻസർ? ആൻസർ is option A, National Science and Social Science Foundation. നമുക്ക് നോക്കാം, അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. നാഷണൽ നോളജ് കമ്മീഷൻ വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ 2006. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇയർ 2006 നാഷണൽ നോളജ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. As a high-level advisory body to the Prime Minister of India with the objective of transforming India into a knowledge society. ഇപ്പൊ ഇന്ത്യയെ ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാഷണൽ നോളജ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ഇറ്റ് വാസ് എ ബ്രെയിൻ ചൈൽഡ് ഓഫ് സാം പിത്രോഡ കമ്മിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഈ നാഷണൽ നോളജ് കമ്മീഷന് സാം പിത്രോഡ കമ്മിറ്റിയുടെ ഒരു സജഷൻ ആണ്, അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ഐഡിയ ആണ് നാഷണൽ നോളജ് കമ്മീഷൻ എന്ന് പറയുന്നത്. NKC submitted around 300 recommendation on 27 focus areas. ഏകദേശം 300ഓളം റെക്കമെൻഡേഷൻസ് ആണ് NKC മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആൻഡ് ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് 27 ആയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് 5 key ഏരിയാസിനെയാണ് ഫോക്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? NKC focused on 5 key areas of knowledge paradigm. Access to knowledge, knowledge concepts, knowledge creation, knowledge application, and development of better knowledge services. അപ്പോൾ 5 ഏരിയാസ് ഉണ്ട്. ഒന്ന് ആക്സസ് ടു നോളജ്, അതായത് നോളജിലേക്ക്, അറിവിലേക്കുള്ള ആക്സസ് ഉണ്ടാവണം അല്ലെ, എല്ലാവർക്കും ലഭ്യമായിരിക്കണം. നോളജ് കോൺസെപ്റ്റുകൾ, നോളജിനെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ. നോളജ് ക്രിയേഷൻ, നോളജ് ഉണ്ടാക്കുന്ന, സൃഷ്ടിക്കപ്പെടുന്ന അതൊരു ഏരിയ ആയിരുന്നു. അത് നമ്മൾക്ക് അപ്ലൈ ചെയ്യണം അല്ലെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാനും കൂടെ പറ്റുന്നത്. നോളജ് ആപ്ലിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബെറ്റർ നോളജ് സർവീസസ്. ഈ 5 കീ ഏരിയാസിലേക്കാണ് നാഷണൽ നോളജ് കമ്മീഷൻ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ചോദിക്കാവുന്നതാണ് ഫോക്കസ് 5 കീ ഏരിയാസ്. അപ്പോൾ അതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ അതിൽ പെടാത്ത ഒരു ഏരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ 5 key areas ഏതൊക്കെയാണെന്ന് അറിയാം. NKC has recommended setting up of a National Science and Social Science Foundation for producing research work that can fetch a Nobel Prize for Indian scientists. അതായത് NSSF എന്ന് പറയുന്ന ഒരു ബോഡി രൂപീകരിക്കണം എന്ന് പറഞ്ഞത് NKC ആണ്, നാഷണൽ നോളജ് കമ്മീഷൻ ആണ്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ഇവിടെ ഉണ്ട്, നാഷണൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ഫൗണ്ടേഷൻ. എന്തായിരുന്നു ഈ ഒരു നാഷണൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ഫൗണ്ടേഷന്റെ ഉദ്ദേശം? അതായത് ഇന്ത്യൻ സയന്റിസ്റ്റുകൾക്ക് നൊബേൽ സമ്മാനം ലഭിക്കത്തക്ക രീതിയിലുള്ള റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നാഷണൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ഫൗണ്ടേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മൂവിംഗ് അഹെഡ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per NEP 2020, National Education Policy 2020, National Educational Technology Forum (NETF) will have following functions. അപ്പം NEP ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ് മിസ് ചെയ്യരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപീകരിച്ച നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം
എന്ന് പറയുന്ന ബോഡിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ആസ് പെർ NEP 2020, National Education Technology Forum will have following functions. Option A, provide independent evidence-based advice to central and state government agencies in technology-based interventions. Option B, articulate new directions for research and innovation. Option C, envision strategic thrust area in the educational technology domain. Option D, develop curriculum for technical courses. Option E, build intellectual and institutional capacities in educational technology. അപ്പോൾ ഏകദേശം 5 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും NETF-ന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ സി, A, B, C and E. ഇതിൽ ഒരൊറ്റ പോയിന്റ് മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളൂ. And that point is option D, that is develop curriculum for technical courses. കോഴ്സിന് കരിക്കുലം ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു ബോഡിയുടെ ഫങ്ഷൻ അല്ല. ബാക്കി എല്ലാ ഫങ്ഷൻസും ഈ ബോഡിക്കുണ്ട്. കരിക്കുലം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ബോഡിയുടെ ഫങ്ഷനിൽ വരുന്നില്ല. ബാക്കി A, B, C and E എല്ലാം ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറത്തിന്റെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണ് എന്ന് നോക്കാം. National Education Policy 2020 envisages the setting up of an autonomous body, National Educational Technology Forum, to provide a platform for free exchange of ideas on the use of technology to enhance learning, assessment, planning, administration and so on, both for school and higher education. ഇത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് ഇതേ സെയിം പോയിന്റ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം NETF എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്, സ്വയം ഭരണ അധികാരമുള്ള ഒരു ബോഡിയാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് is to provide a platform for free exchange of ideas on the use of technology. ടെക്നോളജിയുടെ ഉപയോഗത്തിനെ കുറിച്ചുള്ള ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു NETF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമുക്ക് ലേണിങ്ങും അസസ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഇതെല്ലാം നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് തമ്മിൽ പരസ്പരം ആശയങ്ങൾ കൈമാറാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും വളരെ എൻഹാൻസിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ. എല്ലാ രീതിയിലും അത് നമുക്ക് ഇംപ്രൂവ്മെന്റിന് നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് സ്കൂൾ ലെവലിലും ഹയർ എഡ്യൂക്കേഷൻ ലെവലിലും 2 ലെവലിലും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി എയിംസ് നോക്കാം. The aim of NETF will be to facilitate decision making on the induction, deployment and use of technology by providing to the leadership of educational institutions, state and central governments and other stakeholders the latest knowledge and research, as well as the opportunity to consult and share best practices. അതായത് ഈ ടെക്നോളജിയുടെ യൂസ്, സാങ്കേതിക വിദ്യയുടെ സഹായത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ലീഡർഷിപ്പ് കൊടുക്കാനും, അതായത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ ടെക്നോളജിയുടെ യൂസ് കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഈ NETF-ന്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഫങ്ഷൻസ് എന്ന ഏരിയയിൽ നിന്നാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് അല്ലെ. ഫസ്റ്റ് ഫങ്ഷൻ നോക്കൂ. To provide independent evidence-based advice to central and state government agencies on technology-based interventions. നമ്മൾ ചോദ്യത്തിലുള്ള സെയിം ഫങ്ഷൻ തന്നെയാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസീസിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. എങ്ങനെയാണ് ടെക്നോളജി ബേസ്ഡ് ഇന്റർവെൻഷൻസ് എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് സെൻട്രലിനും സ്റ്റേറ്റിനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ബിൽഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ ടെക്നോളജി. ഇതും നമ്മൾ ഓപ്ഷനിൽ കണ്ടു അല്ലേ. അതായത് ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും, അതായത് ഇന്റലക്ച്വൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ
ബുദ്ധിവൈഭവം, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി, ഇത് രണ്ടും കൂട്ടുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടു എൻവിഷൻ സ്ട്രാറ്റജിക് ത്രസ്റ്റ് ഏരിയാസ് ഇൻ ദിസ് ഡൊമെയിൻ. അതായത് എന്താണ് സ്ട്രാറ്റജിക് ത്രസ്റ്റ് ഏരിയാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ട്രസ്റ്റ് ഏരിയാസ് പറഞ്ഞാൽ കോർ ഏരിയാസ്. ഇതിലെ കോർ ഏരിയാസ് എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കാണാം. എൻവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കണം. അപ്പൊ അതാണ് അത് മൂന്നാമത്തെ ഫംഗ്ഷൻ അതാണ്. അടുത്ത പോയിന്റ് നോക്കൂ, ടു ആർട്ടിക്കുലേറ്റ് ന്യൂ ഡിറക്ഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസ്. ഇതും നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലെ. അതായത് ഈ മേഖലയിൽ വേണ്ട ഗവേഷണങ്ങൾ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. To lay down standards of content, technology and pedagogy for online digital teaching learning, and these standards will help to formulate guidelines for e-learning by states, boards, schools, HEIs, etc. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റ് ഫംഗ്ഷൻസ് ഒക്കെയാണ്. കാരണം ഇനി ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുക നമുക്കറിയില്ല. ചിലപ്പോൾ ഈ ഒരു 4 ഫംഗ്ഷൻസ് ആയിട്ട് ആയിരിക്കും ചോദ്യം വരുന്നത്. അപ്പൊ എല്ലാ ഫംഗ്ഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോക്കൂ, ടു ലേ ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടന്റ്, ടെക്നോളജി ആൻഡ് പെഡഗോഗി ഫോർ ഓൺലൈൻ ഡിജിറ്റൽ ടീച്ചിങ് ലേണിംഗ്. അതായത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകളുടെ സ്റ്റാൻഡേർഡ്, യൂസ് ചെയ്യുന്ന ടെക്നോളജികളുടെയും കണ്ടന്റുകളുടെയും ടീച്ചിങ് മെത്തേഡ്സിന്റെയും സ്റ്റാൻഡേർഡുകൾ നിർണ്ണയിക്കാം. ഇന്ന സ്റ്റാൻഡേർഡിലായിരിക്കണം അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് അടുത്ത ഫംഗ്ഷൻ. ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുന്നത് വഴി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ഈ ലേണിംഗ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അല്ലെങ്കിൽ അത് ഒരു ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ അത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ട് ഈ ഒരു ബോഡി NETF എന്ന് പറയുന്ന ബോഡിക്ക് സാധിക്കും. അടുത്ത പോയിന്റ് നോക്കൂ, ടു മെയിൻറ്റെയിൻ റെഗുലർ ഫ്ലോ ഓഫ് ഒതന്റിക് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ഇൻക്ലൂഡിംഗ് educational technology innovators and will engage with diverse set of researchers to analyze the data. അതായത് പല സോഴ്സുകളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുക. പ്രത്യേകിച്ച് ഈ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന മേഖലയിൽ ഇന്നോവേഷൻസ്, പുതിയ ഇന്നോവേഷൻസ് ആയിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഒതന്റിക് ആയിട്ടുള്ള വളരെ ആധികാരികമായിട്ടുള്ള ഡാറ്റ സ്വീകരിക്കാനും ആ ഡാറ്റ മറ്റുള്ളവരുമായിട്ട്, അതായത് ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന റിസർച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളതാണ് അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. ആ ഒരു ഡാറ്റ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്നോവേഷൻസ്, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്ത പോയിന്റ് നോക്കൂ, ടു കണ്ടക്ട് മൾട്ടിപ്പിൾ റീജിയണൽ ആൻഡ് നാഷണൽ കോൺഫറൻസസ്, വർക്ക്ഷോപ്സ് എക്സെട്ര to solicit inputs from national and international educational technology researchers, entrepreneurs and practitioners. അതായത് പല കോൺഫറൻസസുകളും വർക്ക്ഷോപ്പുകളും കണ്ടക്ട് ചെയ്യാം. റീജിയണൽ ലെവലിലും നാഷണൽ ലെവലിലും കണ്ടക്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ഇന്റർനാഷണൽ ആണെങ്കിലും നാഷണൽ ആണെങ്കിലും ഈ ഒരു മേഖലയിൽ, അതായത് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ആ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്ന ഓൺടർപ്രണേഴ്സ് ഉണ്ടാവും. അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ ഈ ഒരു കോൺഫറൻസിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ എല്ലാം ഇൻപുട്ട്, അവരുടെ എല്ലാം ആശയങ്ങൾ സ്വീകരിക്കുക. അതുവഴി ഈ ഒരു മേഖലയെ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കൂ, ടു ഐഡന്റിഫൈ technological interventions for the purpose of improving teaching, learning and evaluation process, supporting teacher preparation and professional development, enhancing educational access and streamlining educational planning. അതായത് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി എങ്ങനെ നമുക്ക് ഒരു ടീച്ചറിന് പ്രിപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഒരു ടീച്ചർക്ക് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ലേണിംഗ് പ്രോസസ്, ഇവാലുവേഷൻ പ്രോസസ്, ടീച്ചിങ് പ്രോസസ്, ഇതിലെല്ലാം എങ്ങനെ നമുക്ക് ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻ, ടെക്നോളജിയുടെ സഹായം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതുവഴി നമുക്ക് എഡ്യൂക്കേഷണൽ ആക്സസ് എങ്ങനെ നമുക്ക് കൂട്ടാം, മറ്റുള്ളവർക്ക് എഡ്യൂക്കേഷന്റെ ലഭ്യത എങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡിംഗ് പ്രോസസ് റിലേറ്റഡ് ടു അഡ്മിഷൻ, അറ്റൻഡൻസ്, അസസ്മെന്റ്, എല്ലാ മേഖലയിലും എങ്ങനെ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അത് അഡ്മിഷൻ ആയിക്കോട്ടെ, അറ്റൻഡൻസ് ആയിക്കോട്ടെ, അസസ്മെന്റ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും ടെക്നോളജിയുടെ സഹായം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്
ഈ ഒരു അതിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ടു കാറ്റഗറൈസ് emergent technologies based on their potential and estimated frame for disruption and periodically present this analysis to the Ministry of Education. അതായത് പുതിയ ടെക്നോളജീസ് എമേർജ് ചെയ്ത് വരുന്ന ടെക്നോളജിയുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഫൈനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. In July 2021, the Prime Minister stated that National Digital Education Architecture and National Education Technology Forum would be working to make digital and economic framework across the country. അപ്പോൾ NETF എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറവും നാഷണൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആർക്കിടെക്ചറും കൂടെ ഒരുമിച്ചാണ് നമ്മുടെ ഡിജിറ്റൽ ആൻഡ് എക്കണോമിക് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുമെന്ന് ജൂലൈ 2021 നമ്മുടെ പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും NETF ഡിസ്കസ് ചെയ്തതുകൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് അഡീഷണൽ പോയിന്റുകളാണ്. അതായത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിദ്യപ്രവേശ്. എന്താണ് വിദ്യപ്രവേശ്? വിദ്യപ്രവേശ് എന്ന് പറയുന്നത് ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അതായത് ഇറ്റ്സ് എ 3-month പ്ലേ ബേസ്ഡ് സ്കൂൾ പ്രിപ്പറേഷൻ മൊഡ്യൂൾ ഫോർ ഗ്രേഡ് 1 സ്റ്റുഡൻസ്. അതായത് 1ാം ക്ലാസ്സിലേക്ക് സ്കൂൾ പ്രവേശനം നടത്തുന്ന കുട്ടികൾക്ക് ഒരു 3 വർഷത്തെ പ്ലേ സ്കൂൾ മോഡലിലുള്ള ഒരു പ്രിപ്പറേഷൻ, അതിനെയാണ് വിദ്യാപ്രവേശ് എന്ന് പറയുന്നത്. വിദ്യയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് വിദ്യപ്രവേശ് എന്ന പേര് വരുന്നത്. അടുത്തത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്. ദ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ആസ് എ സബ്ജക്ട് അറ്റ് ദ സെക്കൻഡറി ലെവലിലാണ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് രൂപം കൊള്ളുന്നത്. 2021 ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് സെക്കൻഡറി ലെവലിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആംഗ്യ ഭാഷ. അടുത്തത് നിഷ്ത 2.0. It's an integral program of teacher training designed by NCERT. NCERT ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അതായത് അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് നിഷ്ത 2.0. ഇതെല്ലാം റീസെന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഇതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകുന്നത്. ചോദ്യങ്ങൾ വരാൻ. അടുത്തത് സഫൽ, സ്ട്രക്ചേർഡ് അസസ്മെന്റ് ഫോർ അനലൈസിംഗ് ലേണിംഗ് ലെവൽസ്. എന്താണ് സഫൽ? ഇറ്റ് ഇസ് എ കോമ്പീറ്റൻസി ബേസ്ഡ് അസസ്മെന്റ് ഫ്രെയിംവർക്ക് വിച്ച് ഹാസ് ബീൻ ലോഞ്ച്ഡ് ഫോർ ഗ്രേഡ് 3, 5 and 8 in CBSE schools. അതായത് കോമ്പീറ്റൻസി ബേസ്ഡ് ഒരു അസസ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്. അതായത് കുട്ടികളുടെ പഠന നിലവാരം അളക്കാനുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ഇത്. ഗ്രേഡ് 3, ഗ്രേഡ് 5 and ഗ്രേഡ് 8 ഈ 3 ക്ലാസ്സുകളിലാണ് ഈ ഒരു സഫൽ എന്ന് പറയുന്ന സ്ട്രക്ചർ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. CBSE സ്കൂളുകളിലാണ് എന്ന് ഓർത്ത് വെക്കുക. അത് കുട്ടികളുടെ പഠന നിലവാരം അളക്കാനുള്ള ഒരു അസസ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്. അടുത്തത് നോക്കൂ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെബ്സൈറ്റ് അല്ലെങ്കിൽ AI വെബ്സൈറ്റ്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു AI യുഗത്തിലാണ് അല്ലെ. അപ്പം AI വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റും കൂടെ ഈ അടുത്തായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെബ്സൈറ്റ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു നമ്മൾ NETF പറയുമ്പോൾ, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുമ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനൊപ്പം ഡിസ്കസ് ചെയ്തു. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതാണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് NETF-നായിട്ട് റിലേറ്റഡ് അല്ല. നേരെ മറിച്ച് നമ്മുടെ എഡ്യൂക്കേഷണൽ സെക്ടറിൽ ഇപ്പോൾ വന്നിട്ടുള്ള റീസെന്റ് ഇനീഷ്യേറ്റീവ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചും കൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രീ ഇൻഡിപെൻഡൻസിൽ വന്നിട്ടുള്ള എഡ്യൂക്കേഷണൽ പോളിസീസും കമ്മിറ്റീസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഓരോ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ കുറേ എക്സ്ട്രാ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കൂ. അതുകൊണ്ടാണ് ഓരോ ചോദ്യവും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഹാവ് എ ഗ്രേറ്റ് ലേണിംഗ് ടൈം. താങ്ക് യു സോ മച്ച്.